വെങ്കടചലം നേരത്തെ ഇപ്പം ഹൈക്കോടതി ഇടപെടലുണ്ട്. ഹൈക്കോടതി ചോദിക്കും ഞങ്ങൾ ആർക്കെതിരെ കേസെടുക്കും എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കളുടെ ഒരു ലേഖനം ഞാനിപ്പോൾ വീണ്ടും വായിക്കുകയാണ്. അതിൽ താങ്കൾ പറയുന്നത് ഹൈക്കോടതി ഇടപെടൽ ആന എഴുന്നള്ളിപ്പിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഉത്സവ മാഫിയയെ തുറന്നുകാട്ടുന്ന ഒന്നുകൂടിയാണ്. കേരളമൊട്ടാകെയുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടവർ അടങ്ങുന്നതാണ് ഉത്സവ മാഫിയ. ആരാധനാലയത്തിന് പണമെടുത്തിട്ടല്ല ആന എഴുന്നള്ളിപ്പ് നടത്തുന്നത്. വിശ്വാസികൾ നൽകുന്ന പണം മാറ്റിവെച്ച് ആന എഴുന്നള്ളിപ്പിനായി ഭീകര പിരിവ് നടത്താൻ ആദ്യമായി ഒരു ഉത്സവ കമ്മിറ്റി ഉണ്ടാക്കും. അത് സമയത്ത് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന പാർട്ടികളുടെ പ്രതിനിധികളായിരിക്കും ഈ കമ്മിറ്റിയെ നിയന്ത്രിക്കുക. താങ്കൾ അതിൻ്റെ വേറൊരു വശം പറയുകയാണ്. ശ്രീ വി കെ വെങ്കടൻ, താങ്കൾ ഈ മേഖലയിൽ ആഴത്തിൽ പഠനം നടത്തിയ ആളാണ്, ആഴത്തിൽ വ്യവഹാരങ്ങൾ നടത്തുന്ന ആളാണ്. വെങ്കടാചലം, ഈ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് കരുതാവതാണോ? അതായത് ഈ നാട്ടാന പരിപാലന ചട്ടം എന്ന് പറഞ്ഞിട്ട് 2003 ആദ്യം ഒരെണ്ണം ഉണ്ടായിപ്പോൾ അതിലത്തെ ഒരു പ്രധാന വാചകമായിരുന്നു ജില്ലാ കലക്ടർ അനുമതി നൽകാത്ത ഒരു പൂരത്തിനും ആനയെ അണിനിരത്തരുതെന്ന്. അതിന് 72 മണിക്കൂറിന് മുന്നേ കലക്ടർക്ക് എല്ലാ ആനകളുടെയും പേരും ഡീറ്റെയിൽസും കൊടുക്കണം. അത് വെച്ചിട്ട് തഹസിൽദാർ, ചീഫ് വെറ്റിനറി ഓഫീസർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പോയി ആനകളെ പരിശോധിച്ച് ആനയ്ക്ക് മതമില്ല, ആനയുടെ മേത്ത് പരിക്കില്ല, ആനയും പാപ്പാനും തമ്മിൽ നല്ല ബന്ധമാണെന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടർ അനുമതി കൊടുത്താൽ മാത്രമേ ആനയെ എഴുന്നള്ളിക്കാവൂ എന്നുള്ള ചട്ടം ഉണ്ടായിരുന്ന 2003 ചട്ടം KB ഗണേഷ് കുമാർ വനമന്ത്രി ഇപ്പോൾ ആ ചട്ടം എടുത്ത് മാറ്റി. ഇത് മാത്രമല്ല, ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരുടെയും അനുമതി ഒന്നും വാങ്ങിക്കാതെ ഫോറസ്റ്റ് ഓഫീസിലെ ആനകളെ എഴുന്നള്ളിക്കുന്നുള്ളൊരു കടലാസ് എഴുതി കൊടുത്താൽ ആർക്കും ഏതാനയും എഴുന്നള്ളിക്കാന്നുള്ള രൂപത്തിലൊരു നിയമം ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊടുത്തു. അതുണ്ടാക്കി വന്നിട്ട് 2013 ജനുവരി 27 പെരുമ്പാവൂർ ഒരു അമ്പലത്തിൽ 3 പേരെ തെച്ചിക്കോട്ടാവ് രാമചന്ദ്രൻ നടന്നിട്ട് കൊന്നൊടുക്കി. 50 പേർക്ക് പരിക്കേറ്റു. അവിടെ അമ്പലത്തിൻ്റെ മതിൽ പൊളിച്ചിട്ടാണ് ആളുകൾ രക്ഷപ്പെട്ടത്. അതിൻ്റെ മുകളിൽ ഞാൻ കുറേ പരാതി അയച്ചു. ടി വിയിൽ ചില വർത്തമാനങ്ങളൊക്കെ വന്നപ്പോൾ ഗണേശൻ ആ നിയമത്തിൽ ഒരു പരിഷ്കാരം വരുത്തി. അയാൾ പുതിയ ചില നിയമങ്ങളൊക്കെ എഴുതി വെപ്പിച്ച് വന സെക്രട്ടറിനെ കൊണ്ട് ഒരു 3 പേജ് ഒരു സർക്കുലർ 2013 മാർച്ച് 20 ഉണ്ടാക്കി. ആ സർക്കുലർ ഇന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ നാട്ടാന പരിപാലന നിയമത്തിലെ ആനകളും ആളുകളും തമ്മിലുള്ള അകലം, മതിയായ അകലം എന്നുള്ളത് 8 മീറ്റർ ആക്കണം എന്ന് പറഞ്ഞു. ആനകളുടെ പള്ളഭാഗങ്ങൾ തമ്മിൽ മതിയായ അകലം എന്നുള്ളത് 3 മീറ്റർ എന്ന് പറഞ്ഞു. ആനകളും പന്തക്കാരും തമ്മിൽ 5 മീറ്റർ എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞിട്ട് 2024 നവംബർ 13 ഉത്തരവിറക്കിയിട്ട് 2024 ഡിസംബർ 19 വരെ കേരളത്തിൽ യാതൊരു പ്രശ്നമില്ലാണ്ട് ഈ നിയമപ്രകാരം ആന എഴുന്നള്ളിപ്പ് നടന്നു. അതിട്ട് തൃശ്ശൂർ എൻ്റെ വീട്ടിൻ്റെ അടുത്ത തിരുവമ്പാടി ക്ഷേത്രക്കാർ അവർക്ക് ഒരു ദിവസം 3 ആനകളെ എഴുന്നള്ളിക്കാനായിട്ടുള്ള അനുമതി ചോദിച്ച് സുപ്രീം കോടതി പോയപ്പോൾ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു അനുമതി പത്രമാണ് കൊടുത്തത്. പക്ഷേ അത് മാധ്യമങ്ങളിലും സർക്കാർ രംഗത്തും എല്ലാവർക്കുള്ള ഇളവായിട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വാർത്ത വരുന്നപ്പോൾ എല്ലാവരും എങ്ങനെ വേണമെങ്കിലും ആനയെ എഴുന്നള്ളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കണേ. അത് ഇന്ന് ഹൈക്കോടതി 2 ചോദ്യം ചോദിച്ചപ്പോൾ ഗവൺമെൻറ് പീഡനം വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് പറയണേക്കുള്ളൂ. കാലിക്കറ്റിലത്തെ കലക്ടർ അർജൻറ്റായിട്ട് ഓൺലൈനിൽ നാട്ടാന മോണിറ്ററിംഗ് സമിതിയുടെ യോഗം വിളിച്ചു കൂട്ടി. 21 ഫെബ്രുവരി 21 വരെ അവിടെ അനുമതി കൊടുത്തിരുന്ന എല്ലാ ആന എഴുന്നള്ളിപ്പും നിരോധിച്ചു. എന്താ കാരണം എന്ന് ഞാൻ പറയാം. ഈ നാട്ടാന പരിപാലന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം നാട്ടാന മോണിറ്ററിംഗ് സമിതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ളവരുടെ സമ്മതപ്രകാരം മാത്രമേ ആനയെ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ. പക്ഷെ അവരൊന്നും സമ്മതിക്കാണ്ട് തന്നെ ഇവിടെ ആനയെ എഴുന്നള്ളിക്കാനായിട്ട് മന്ത്രിമാരും MLA-മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടങ്ങുന്ന രാഷ്ട്രീയ ലോബി ഇവിടുത്തെ ഉത്സവ മാഫിയെ സഹായിച്ചിട്ടാണ് എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ഈ കാലിക്കറ്റിൽ നടന്ന സംഭവം ഉത്സവ സംഘാടകർ പുറത്തു പറയാത്തൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. അല്ല, ഈ ഉത്സവ മാഫിയ എന്ന താങ്കൾ ഉപയോഗിക്കുന്ന വാക്ക് കുറച്ച് ഗുരുതരമായ വാക്കാണ് കേട്ടോ. ശ്രീ വി കെ വെങ്കടാചലം, അതൊരു സെൻസിറ്റീവ് വാക്കാണ്, കുറച്ച് ഗുരുതരമായ വാക്കാണ് ഉത്സവ മാഫിയ. മാഫിയ എന്ന് പറയാൻ ഞാൻ കാരണം മാഫിയ എന്ന് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്ന ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഇരിക്കുകയും ഞാൻ ഉപയോഗിക്കാം. അതിന്റെ കാരണം ഞാൻ പറയാം. മാഫിയ എന്ന് നമ്മൾ സാധാരണ മാഫിയ എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്, വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഈ മാഫിയയിലത്തെ അംഗങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഇരിക്കുകയും മാഫിയ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ അവിടെ വരുന്ന നിരപരാധികൾ ചത്തുപോവുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടത്തുന്നവരെ മാഫിയ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അത് ഇവിടെ നടക്കുന്നുണ്ട്. ഈ നാട്ടാന മോണിറ്ററിംഗ് സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ആരും തന്നെ ഉത്സവ സ്ഥലത്തേക്ക് പോകാറില്ല. ഇന്നലെ അവിടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ കളക്ടർ പോയി, RDO പോയി, CI പോയി, തഹസിൽദാർ പോയി, എല്ലാവരും പോയി.
ഇവര് കാലത്ത് അവിടെ പോയിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ 3 പേര് മരിച്ചിട്ടുണ്ടാവില്ല, 20 പേര് ഗുരുതരമായിട്ട് അവിടെ പരിക്കേറ്റ ആശുപത്രിയിലായിട്ടാവില്ല. ഇത്ര ആനകളെ എഴുന്നള്ളിക്കാനുള്ള യാതൊരു സൗകര്യം അവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കോടതി ഇന്ന് ഉത്തരവിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ആനകളും ആനകളും തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ച് ഒരു ഉത്തരവിട്ടിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് പീഡർ അത് വിളിച്ച് പറഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ അവിടുത്തെ പൂരങ്ങൾ കംപ്ലീറ്റ് ഫെബ്രുവരി 21 നിർത്താൻ കാരണം നിയമപ്രകാരം പൂരം നടത്താനായിട്ട് മതിൽക്കെട്ടിനുള്ളിൽ ഒരാനയെ പോലും നിർത്താനുള്ള സൗകര്യം ഇപ്പം ഇവിടെ ഇല്ല. ഓക്കെ ഞാൻ